അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് സന്ദേശം ശ്രമിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കേൾക്കുന്ന ദൈവവചന സന്ദേശം നിങ്ങളെ ആത്മീക ജീവിതത്തിൽ ഒരുപടിയും കൂടെ മുൻപോട്ട് കൊണ്ടുവരുവാൻ പരിശുദ്ധ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ചൈതന്യമുണ്ടാകും. നമ്മൾ ദൈവത്തോട് അടുക്കും. യേശു കർത്താവിനോട് അല്പം കൂടെ അടുക്കും. നമ്മുടെ പാപ സ്വഭാവത്തെ വിട്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ വചന കേൾവി നമ്മെ സഹായിക്കും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി ചെയ്യുന്ന പല കാര്യങ്ങളിലൊന്ന് നമ്മളെ ശുദ്ധിയുള്ളവരാക്കും. നമ്മുടെ അശുദ്ധി എന്താണെന്ന് വചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നമ്മെ നോക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അതിനെ നമ്മൾ ഉപേക്ഷിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്, നമുക്ക് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തോണം. മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള ഒന്നും നമ്മൾ ആഗ്രഹിക്കുകയോ നമ്മൾ മോഹിക്കുകയോ ചെയ്യരുത്. അവരുടെ ജീവിതത്തിൽ അതുണ്ടല്ലോ, എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആയിത്തീർന്നു, എനിക്കും അങ്ങനെ കിട്ടിയിരുന്നു, എൻ്റെ മക്കൾക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് മോഹിക്കരുത്. കാരണം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് ദൈവനിയോഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കത് നൽകിത്തരും. ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് നിയോഗിച്ചതെല്ലാം ദൈവം നൽകിത്തരും. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. നമുക്ക് നിയോഗിച്ചതെല്ലാം, ഒരു ഭക്തന് നിയോഗിച്ചാക്കിയതെല്ലാം സ്വർഗത്തിലെ ദൈവം കൊടുക്കും. മറ്റുള്ളവൻ്റേതൊന്നും നമ്മൾ മോഹിക്കരുത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നാം കേൾക്കുന്നൊരു ദൈവശബ്ദമാണ്, മോഹിക്കരുതെന്ന്. ഈ സന്ദേശം നിങ്ങൾ മുഴുവൻ കേൾക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വലിയ അനുഗ്രഹം, ആത്മീക അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. 10 കൽപ്പന കൊടുക്കുന്ന കൂട്ടത്തിൽ പുറപ്പാട് 20:17 പറയുക, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസയും അവൻ്റെ കാളയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. മോഹം ഒരു പാപമാണ്, ദൈവം വെറുക്കുന്നു. അത്യുന്നതൻ്റെ സിംഹാസനത്തിന് മീതെ ഞാൻ എൻ്റെ സിംഹാസനം വെക്കുമെന്ന് ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ അവനെ വെട്ടിയിട്ടു. അതൊരു മോഹമാണ്. പദവിയോടുള്ള മോഹം, സ്ഥാനങ്ങളോടുള്ള മോഹം. ദൈവം വെറുക്കുന്നു മോഹത്തെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ കർത്താവേ, അത് എന്നിൽ നിന്ന് എടുത്ത് കളയണമെന്ന് ദൈവത്തോട് പറ. നമ്മുടെ നിത്യത കളയുന്നതാണ്. ദൈവരാജ്യത്തിൽ നമ്മളെ അകറ്റുന്നതാണ് മോഹം. അത് പിശാചിൻ്റെ പ്രോഡക്റ്റാണ്. ഇവിടെ പറയാണ്, കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. അതിനകത്ത് അവൻ്റെ ഭവനമുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ ദാസിദാസന്മാരുണ്ട്, അവൻ്റെ കാളയുണ്ട്, കഴുതയുണ്ട്, സകലതും. കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുമായി പരിചയത്തിലുള്ള വ്യക്തികൾ, അവർക്കുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ മോഹിച്ചിട്ടുണ്ടോ? അത് ഭൗതികമാകാം, അത് ആത്മീകപരമായ എന്തെങ്കിലും കാര്യമാകാം. മോഹിക്കുന്നുണ്ടോ? മോഹിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യാതൊന്നും മോഹിക്കരുത്. ആ മോഹിക്കരുത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. മോഹിക്കരുത്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. പരീക്ഷ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ടെംപ്റ്റേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻസ് വരുമ്പോൾ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ തന്നേക്കുന്നതാ എന്ന് നമ്മൾ പറയരുത്. അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ദൈവത്തിൽ നിന്നല്ല വരുന്നത്. പിന്നെ ആരിൽ നിന്നാണ് വരുന്നത്? അടുത്തത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുത്താത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പോൾ ടെംപ്റ്റേഷൻസ് ജീവിതത്തിൽ വരുന്നുണ്ടല്ലേ.
പല ടെംപ്ടേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. മോഹങ്ങൾ, ലസ്റ്റ്. ആ ടെംപ്ടേഷൻസിന് വരാനുള്ള കാരണം സ്വന്തം മോഹത്താൽ ആകർഷിതമായിട്ടാണ് ആ ടെംപ്ടേഷൻസിനകത്ത് വീഴുന്നത്. ആമേൻ. ബൈബിൾ വായിക്കുമ്പോൾ പലതരത്തിലുള്ള മോഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. മലിനമോഹം, ലോകത്തിൻ്റെ മോഹം, സ്വന്തം മോഹം, ശയനമോഹം, പരസംഗമോഹം, മനുഷ്യരുടെ മോഹം, പ്രപഞ്ചമോഹം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മോഹം ഒരു കെണിയാണ്. ഈ കെണിയിൽ വീണ് കഴിഞ്ഞാൽ നരകത്തിന് അവകാശികളായിത്തീരും. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതിനുവേണ്ടി നമ്മളെ രക്ഷിക്കാൻ വന്നവനാണ് യേശു ക്രിസ്തു. അപ്പോൾ ഈ മോഹം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അത് തെറ്റാണ്, നരകത്തിൽ പോകും. എന്നാൽ അതിനെ അതിജീവിക്കാനാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശം. നിൻ്റെ കാതുകളിൽ, യുവാവേ യുവതിയെ, സഹോദര സഹോദരി, താങ്കളുടെ കാതുകളിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ടിട്ട് വശീകരിക്കപ്പെട്ട് പാപം ചെയ്യുകയാണ്. ടെംപ്ടേഷൻസിനകത്ത് കുടുങ്ങുന്നത് മോഹം, സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ട്. ആമേൻ. ഇതിനെ അതിജീവിക്കണം. എനിക്ക് ടെംപ്ടേഷൻസിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല, എന്തു ചെയ്യണം? മോഹത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല, എന്തു ചെയ്യണം? ഈ സന്ദേശത്തിനകത്ത് അതിനുള്ള ഉത്തരവുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ മോഹത്താൽ പിടിക്കപ്പെട്ട് കടന്നൊരു വ്യക്തികളായിരുന്നു. പലതരത്തിലുള്ള മോഹത്താൽ പിടിക്കപ്പെട്ട് കിടന്നിരുന്ന വ്യക്തികളായിരുന്നു. ഏതാനും വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം, ശ്രദ്ധയോടെ കേൾക്കണമേ. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ നാശം വിട്ടൊഴിഞ്ഞവരാണ് നമ്മൾ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ഇപ്പം റൈറ്റ് നൗ യേശുവിനെ വിശ്വസിച്ചവരുടെ കാര്യം പറഞ്ഞ് എഫേസ്യർ 2:1, 2, 3, 4, 5 വാക്യം വായിക്കുമ്പോൾ രക്ഷിച്ച കാര്യത്തെക്കുറിച്ച്, കർത്താവ് രക്ഷിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്തത്, അവയാൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അത്യുപതിയായവനെ അനുസരിച്ച് നടന്നു. അടുത്തത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കണ്ടോ, മോഹത്തിനടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു പാസ്റ്റ് ലൈഫ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടി ഉറപ്പിച്ചു. കൃപയാലത്രേ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചൊരു ദൈവത്തിൻ്റെ പൈതൽ, വീണ്ടും ജനന അനുഭവത്തിൽ ജീവിക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതലിനെക്കുറിച്ച് പറയുന്നു, മുമ്പേ നിങ്ങൾ മോഹത്തിന് അടിമകളായിരുന്നു. തീത്തോസ് 3:3. മുമ്പേ നാമും, കേട്ടോ, മുമ്പേ നാമും യേശുവിനെ അറിയുന്നതിന് മുമ്പ് നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷികളും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. അപ്പം മുമ്പേ നാനാ മോഹങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള മോഹങ്ങളുണ്ടായിരുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് എഫേസ്യർ 4:22 വഷളായി പോകുന്ന ചതിമോഹങ്ങളാൽ, അവിടെ പറയുന്ന മോഹമാണ് ചതിമോഹം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുത്തുമനുഷ്യനെ ധരിക്കുക. കൊലോസ്യർ 3:5. ഈ വാക്യങ്ങളെല്ലാം തെളിവായി പറയുന്നത്, മുമ്പേ നിങ്ങൾ മോഹങ്ങൾക്ക് അധീനരായി ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ, യേശു രക്ഷകനാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ പുതിയ സൃഷ്ടിയാണ്, വീണ്ടും ഞാൻ അനുഭവത്തിൽ ജീവിക്കുന്ന ആളാണ്, മാനസാന്തരപ്പെട്ടു, ഇപ്പോൾ മോഹത്തിൻ്റെ കൺട്രോളിലല്ല എന്ന തെളിവായ വാക്യങ്ങളാണ് പറയുന്നത്. കൊലോസ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള
നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോകുന്നു. മേൻ 1 പത്രോസ് 4:2-3-4 2-ാം വാക്യം. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. 3-ാം വാക്യം. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന ജാതികളും ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ദുർമോഹമുള്ള, ചതിമോഹമുള്ള, ലോകത്തിൻ്റെ മോഹമുള്ള, നാനാമോഹമുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായ പുതുമനുഷ്യനെ ധരിച്ചവരാണ്. യേശു ക്രിസ്തുവിലായ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കും. ഓർക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ, ഈ ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പറയുന്നു, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, ഓർപ്പിക്കുന്നു, ഇനി മോഹങ്ങൾക്ക് അടിമകളായി നമ്മൾ ജീവിക്കരുത്. അത് തെറ്റാണ്. പ്രിയരെ, മോഹത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ? മോഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ചിന്തയില്ല. റോമർ 13:14 കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പം മോഹങ്ങൾ ജനിക്കുന്നത് ഫ്ലഷ്ലി തോട്ട്സിൽ നിന്നാണ്, ചിന്തകൾക്കകത്താണ്. നമ്മുടെ മനസ്സിനകത്തൂടെ ഒരു ദിവസം കോടാനുകോടി ചിന്തകളാണ് കടന്നു പോകുന്നത്. എന്നാൽ ഒരിക്കലും ജഡത്തിനായി ചിന്തിക്കരുത്. ഫ്ലഷ്ലി തോട്ട്സ് വന്നാൽ അതിനെ സ്പിരിച്വൽ തോട്ട്സ് കൊണ്ട് നമ്മൾ ഓവർകം ചെയ്യണം. വചനത്തിൻ്റെ തോട്ട്സ് കൊണ്ട് ഓവർകം ചെയ്യണം. ഗോൾലി തോട്ട്സ് കൊണ്ട് ഓവർകം ചെയ്യണം. ഈ ലോകത്തിൽ ജീവിക്കും ഫ്ലഷ്ലി തോട്ട്സ് വരത്തില്ലെന്നല്ല, ജഡത്തിൻ്റെ ചിന്ത വരത്തില്ലെന്നല്ല, എന്നാൽ അതിനെ ഓവർകം ചെയ്യണം. അപ്പോൾ മോഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ചിന്തകളിൽ നിന്നാണ്. യാക്കോബിൻ്റെ ലേഖനം 1:15 പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത മോഹത്തെ കൊണ്ടുവരുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പം ജഡത്തിൻ്റെ ചിന്ത മോഹത്തിൽ വരുന്നു, മോഹം പാപത്തിൽ കലാശിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറും, നിത്യ നരകത്തിൻ്റെ ഓഹരിക്കാരായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, മോഹിക്കരുത്. ആമേൻ. മോഹിക്കുന്ന വ്യക്തികൾ, മോഹത്തിൽ തുടരുന്ന ആളുകൾക്ക് ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. അപ്പോൾ മലിനമോഹത്തിൽ തുടർന്ന് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ആമേൻ. ഈ അന്ത്യകാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ വരവ് വാതിക്കലെത്തി നിൽക്കുക. ഈ സമയത്ത് മോഹങ്ങൾക്കധീനനായി ജീവിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരിക. സോദോം ഗൊമോറയുടെ പാപം ഹോമോസെക്ഷുവാലിറ്റിയാണ്. ഇത് പല രാജ്യങ്ങളും ഹോമോസെക്സിനെ അംഗീകരിക്കുക. അതാണ് യൂദയുടെ ലേഖനത്തിൽ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതുപോലെ സോദോമും ഗോമേറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ച് ദൃഷ്ടാന്തമായി കിടക്കുന്നു. റോമാലേഖനം 1:24-27 വരെ വായിക്കുമ്പോഴും ഇതേ കാര്യമാണ് പറയുന്നത്. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ച് ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ നിന്ന് തന്നെ പ്രാപിച്ചെന്ന്. സ്തോത്രം. 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുന്നു.
പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകല സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ. അപ്പം അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് സ്വന്തം മോഹത്തിനനുസരിച്ച് ചലിക്കുന്ന ദുർമോഹികളായ ആളുകൾ എഴുന്നേറ്റ് വരും. യൂദയുടെ ലേഖനം 18-19 വാക്യങ്ങൾ വായിക്കുന്നു. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. സ്വന്തം മോഹത്തിനനുസരിച്ച് ഭിന്നത, സഭയിൽ, കുടുംബത്തിൽ, വ്യക്തികളിൽ ഭിന്നത ഉണ്ടാക്കുന്നവർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും. അപ്പോൾ തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം അതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് പറയുന്നു. അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ദുർമോഹികൾ എഴുന്നേറ്റ് വരും. ബൈബിൾ നമ്മളോട് പറയുന്ന അനേക തരത്തിലുള്ള മോഹങ്ങളിൽ നമ്മൾ ജയിക്കേണ്ട മോഹങ്ങളാണ് എല്ലാം. എന്നാൽ സ്പെസിഫിക്കായിട്ട് 1-2 മോഹങ്ങളെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിചയപ്പെടുത്തുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം, 1-ാം ലേഖനം, 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം. 1 യോഹന്നാൻ 2:16-17. ഈ മോഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആ മോഹത്തെ ജയിക്കാനുള്ള കൃപ നിനക്ക് തരും. 1 യോഹന്നാൻ 2:16-17. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്ര വരുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. 3 കാര്യമുണ്ട്. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ഐസ്, പ്രൈഡ് ഓഫ് ലൈഫ്. ഇത് 3 പാപമാണ്. ഇത് മോഹവും ലോകത്തിൽ നിന്നുള്ളതാ, പിതാവിൽ നിന്നുള്ളതല്ല. ഇത് 3 ഒഴിഞ്ഞു പോകുന്നതാണ്. ലസ്റ്റ് ഓഫ് ഐസ്, കണ്ണ് കണ്ടതെല്ലാം നേടിയെടുക്കാനുള്ള ത്വര, അതാ ലസ്റ്റ് ഓഫ് ഐസ്. കൺമോഹം, ആദ്യ മാതാപിതാക്കളെ ആദം ഹവ്വ ദമ്പതിമാരെ വഞ്ചിച്ചത് ആ കൺമോഹമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമിയൊന്ന് സ്ത്രീ കണ്ടു. കൺമോഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹവ്വ സ്ത്രീയെ സർപ്പ ഉപായത്താൽ ചതിച്ചത്. കൺമോഹം. കണ്ണു കാണുക, കൊള്ളാം, നല്ലതാണ്. ആ മോഹം പാപമാണ്. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. മത്തായി സുവിശേഷത്തിനകത്ത് 5-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. വ്യഭിചാരം ചെയ്യുന്നത് പ്രവൃത്തി കൊണ്ട് ചെയ്യുവല്ല, മോഹിക്കാൻ നോട്ടത്തിലൂടെ തന്നെ വ്യഭിചാരം ചെയ്തു പോയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഇപ്പം കൺമോഹം, കണ്ണ് കണ്ടതെല്ലാം നേടിയെടുക്കുക. ഒരു നല്ല വീട് കണ്ടു, എന്നാൽ എനിക്കും അതുപോലൊരു വീട് വേണം. ഒരു നല്ല വാഹനം കണ്ടു, സാമ്പത്തികം കുറവാണ്, പക്ഷെ അത് നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. നല്ല രീതിയിലല്ല, മോശപ്പെട്ട രീതിയിൽ. അത് തെറ്റാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൺമോഹം അത് ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ രസിച്ച് ലോകത്തിൻ്റെ ഇമ്പം നിന്നെ മാടി വിളിക്കുമ്പോൾ, പാട്ടുകാരൻ പറയുന്നു, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞ് ഞാൻ പോകില്ല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. കൺമോഹം, ജഡമോഹം. കൺമോഹം പോലെ തന്നെ ഒന്നാണ് ജഡമോഹം. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള കാര്യങ്ങളായിരിക്കാം. ജഡത്തിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ, അത് ജഡമോഹം. ജഡം മോഹിക്കുന്നത്. ഏശാവെന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞത് അങ്ങനൊരു ബലഹീന നിമിഷത്തിൽ താൻ ആ പായസത്തിന് വേണ്ടി കൊതിച്ചു ആഗ്രഹിച്ചു. ഏറ്റവും നല്ലൊരു ജ്യേഷ്ഠാവകാശം താൻ നഷ്ടമാക്കി കളഞ്ഞു, അലക്ഷ്യമാക്കിയെന്ന ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. പ്രിയമുള്ളവരെ,
കൺമോഹത്തിന് നമ്മൾ അടിമകളാണെങ്കിൽ, ജഡമോഹത്തിന് അടിമകളാണെങ്കിൽ, കർത്താവ് എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ നിത്യത നഷ്ടപ്പെടുത്തുന്നതൊന്നും നിന്നെ അടിമപ്പെടുത്തുവാൻ പാടില്ല. ശൗൽ രാജാവ് ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുന്നത് അമാലേക്കിന് യുദ്ധത്തിന് പോയപ്പോൾ മൊത്തം നിർമൂലമാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നല്ലതിനെയെല്ലാം കണ്ടപ്പോൾ അത് നശിപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സായില്ല. രാജസ്ഥാനം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ന്യായവിധി ശൗലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. 1 കൺമോഹം, 2 ജഡമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈഡ് ഓഫ് ലൈഫ്. ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിൽ വായിക്കുന്ന ഇങ്ങനെ, ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്നുള്ളിടത്ത് പ്രൈഡ് ഇൻ അവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് പൊസഷൻസ്. The pride of life, assurance in one's own resources and or in the stability of earthly things. അതായത് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭവനം, നമ്മുടെ കുടുംബം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വാഹനം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ജോലി, ഇതിലൊന്നും, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതിലൊന്നും നമ്മൾ അഹങ്കരിക്കരുത്, ഇതിൽ നിഗളിക്കരുത്. അത് പ്രൈഡ് ഓഫ് ലൈഫാണ്. ദൈവം തന്നതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇതെല്ലാം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ വചനം എന്നിട്ട് പറയാം, നീ കണ്ണുകൊണ്ട് കണ്ടത് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്താലും, നിൻ്റെ ജഡം ആഗ്രഹിച്ചതെല്ലാം നിനക്ക് നേടിയെടുക്കാൻ പറ്റിയാലും, പ്രൈഡ് ഓഫ് ലൈഫ് നിനക്കൊണ്ടെന്നാണ്, ഇതെല്ലാം ഒഴിഞ്ഞു പോകും. ലോകം അതിൻ്റെ ഒരു മോഹം ഒഴിഞ്ഞു പോകും. ഒഴിയാത്ത ഒന്നുണ്ട്, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. അതാണ് പവർഫുൾ. അപ്പോൾ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. മറ്റൊന്നാണ് ധനമോഹം. ധനമോഹം. തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 3:8 ശുശ്രൂഷകന്മാരെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ്: അവണ ശുശ്രൂഷകന്മാർ കനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളാകരുത്. എന്തെങ്കിലും ചെയ്താലും എങ്ങനെ ചെയ്താലും 10 പൈസ ഉണ്ടാക്കണമെന്നുള്ള ചിന്ത മാത്രം. ദുർലാഭമോഹം. ലാഭം ഉണ്ടാക്കാൻ മാത്രം ജീവിക്കുന്ന ജീവിതം. ദുർമാർഗത്തിലൂടെ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന ദുർലാഭമോഹം. ശ്രദ്ധിച്ചത് കേൾക്കണമേ. 1 തിമോത്തിയോസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് 11 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നു: ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധരിപ്പാൻ വസ്ത്രമുണ്ടോ പ്രിയരെ? സ്തോത്രം ചെയ്. ഭക്ഷണം കഴിച്ചോ? ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോ? വൈകിട്ട് സപ്പർ കഴിച്ചോ? സ്തോത്രം ചെയ്. 9-ാം വാക്യം വളരെ പവർഫുള്ളാകട്ടോ. 1 തിമോത്തിയോസ് 6:9. ധനികന്മാരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കണ്ടോ, എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരെക്കുറിച്ച് പറയും. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളാൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ഇത്ര ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരാഗ്രഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, നീ സംഹാരനാശങ്ങളായി മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കിരയായിത്തീരും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിയുന്ന ബഹുദുഃഖങ്ങൾക്കും അധീനരായിത്തീരുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോഴി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ആഖാൻ്റെ ജീവിതത്തിൽ ആഖാൻ അങ്ങനൊരു തിന്മ ചെയ്തു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ, യോശുവ യുദ്ധവീരനാണ്, പക്ഷേ ഹൈ പട്ടണത്തിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ തൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞു. യോശുവ വലിയ ആളായിരുന്നു, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ആളാണ്, പറ്റിയുന്ന ആളാണ്. പക്ഷെ തൻ്റെ പ്ലാൻ വരെ പാളിപ്പോയി. ഹൈ പട്ടണത്തോട് തോറ്റുപോയി. തോറ്റ കാരണം പിടിച്ചത് മറ്റൊന്നുമല്ല, ശപഥാർപ്പിത വസ്തു കൂട്ടത്തിലുള്ള ഒരുവൻ എടുത്തു മാറ്റി. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന യോശുവ 7:21, ആഖാൻ പറയുക, ശപഥാർപ്പിത വസ്തു അടിച്ചുകൊണ്ട് പോയ ആഖാനെ പിടിച്ചപ്പോൾ പറയാം, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായുള്ളൊരു ബാബിലോണിയ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ളൊരു പൊൻകട്ടിയും കണ്ട് മോഹിച്ചെടുത്തെന്ന്. കണ്ടോ, കൺമോഹമുണ്ട് അവിടെ, ധനമോഹം ഒന്നിച്ചു വരിക. പ്രിയമുള്ളവരെ, ദൈവം
സാമ്പത്തികമായി നീ ഞെരുങ്ങുമ്പോൾ നിന്നെ അനുഗ്രഹിക്കും. ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വിശാലം തരുന്നൊരു ദൈവമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെ ആഹാരം കൊടുക്കുന്നവരുമുണ്ട്. നിൻ്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തില്ല. മോഹിക്കരുത്. മറ്റുള്ളവൻ്റെ നന്മയെ നീ സന്തോഷിക്കും, മോഹിക്കരുത്. ദൈവം നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഐശ്വര്യവും സമ്പത്തും നിൻ്റെ വീട്ടിനകത്തുണ്ടാകും. മൂന്നാമതൊന്നാണ് യൗവനമോഹം. 2 തിമോത്തിയോസ് 2:22 പറയുന്നു, യൗവനമോഹങ്ങളെ വിട്ടോടുക. ചെറുപ്രായത്തിലാണ് തിളയ്ക്കുന്ന രക്തമുള്ളത്. അപ്പം യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർക്കണം. നിൻ്റെ സൃഷ്ടാവിനെ മറന്നു കളയുന്ന മോഹങ്ങൾ നിൻ്റെ യൗവന പ്രായത്തിലുണ്ടെങ്കിൽ അതിനെ ജയിക്കണമെന്ന് ദൈവവചനം പറയുക. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ധനമോഹം, യൗവനമോഹം. അടുത്തത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കും. ഈ മോഹം വെച്ചുകൊണ്ട് നടന്നാൽ, ഒന്ന്, നമ്മൾ കേൾക്കുന്ന വചനം ഈ മോഹം അങ്ങ് വിഴുങ്ങിക്കളയും. വചനത്തിന് ശക്തിയുണ്ട്, പക്ഷേ നമ്മൾ മാനസാന്തരപ്പെടാതെ മോഹത്തിൽ രസിച്ച് ദുർമോഹികളായി തുടർന്നാൽ വചനത്തിനൊന്നും ചെയ്യാൻ പറ്റാതാവും. മർക്കോസ് 4:19 വിത്ത് വിതയ്ക്കാൻ പോയ വ്യക്തി മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ച് പറയുക. മർക്കോസ് 4:18-19 മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. കേട്ടോ, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ പലരും വചനം കേൾക്കുമ്പോൾ എന്താ കാര്യം? വിത്തുണ്ട്, പക്ഷെ വിത്തിനെ ഞെരുക്കിക്കളയുന്ന മുള്ള അവിടെ കിളുത്ത. മുള്ളിന് പറയുന്നതാണ് ഇഹലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ. വചനം അതിൻ്റെ ക്രിയ ചെയ്യണമെങ്കിൽ മോഹങ്ങളെ ഉരിഞ്ഞു കളയുക. 2 യോഹന്നാൻ സുവിശേഷം 8:22 പറയുന്നു, ഈ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഭോഷ്ക് എന്ന് പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഭോഷ്ക് പറയുന്നവരാണെങ്കിൽ നമ്മൾ പിശാചിൻ്റെ മോഹം നിവർത്തിക്കുന്നവരാണ്. യോഹന്നാൻ 8:44 നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ ആയിരുന്നു. അവനിൽ സത്യമില്ലായാൽ സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. പിശാചെന്ന പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. എന്താ പിശാചെന്ന പിതാവിൻ്റെ മോഹം ഇച്ഛിക്കുന്നത്? നമ്മൾ പിശാചിൻ്റെ മോഹം നിവർത്തിക്കാൻ ജനിച്ചവരല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമനുസരിക്കുന്നവരാണ്. പിശാചിൻ്റെ മോഹം എന്താണ്? ഭോഷ്ക് പറയുക, കള്ളം പറയുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഭോഷ്ക് പറയുന്നവരാണെങ്കിൽ പിശാചെന്ന പിതാവിൻ്റെ മോഹം നിവർത്തിക്കുന്നവരായിത്തീരും. 1 വചനത്തെ കൂട്ടിക്കളയും. 2 പിശാചിൻ്റെ മക്കളായിത്തീരും. 3 നമ്മുടെ വാക്തത്വത്തെ തടസ്സം ചെയ്യുന്നതാണ് ഈ മോഹം. കനാൻ ദേശം അവകാശമാക്കാമെന്ന് ഇസ്രായേൽ ജനത്തിന് പ്രോമിസ് കൊടുത്ത പക്ഷേ ഇറങ്ങിപ്പുറപ്പെട്ടവർ 2 പേരൊഴികെ വേറെ ആരും അക്കരനാട് കണ്ടില്ല. 106 സങ്കീർത്തനത്തിൻ്റെ 13-14 എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവർത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. കൊരിന്തി ലേഖനത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുക. 1 കൊരിന്ത്യർ 10:5-6 എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായാലും ഒരേ ആത്മീയ ആഹാരം കുടിച്ചു, വെള്ളത്തിലൂടെ ചെങ്കടലിലൂടെ പുറത്തു വന്നു, സ്നാനത്തിന് മുൻകുറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെട്ടവരിൽ 2 പേരെ കാലുകുത്തിയുള്ളൂ. എന്താ കാര്യം? അവർ ദുർമോഹികളായി തീർന്നു. മരുഭൂമിയിൽ വെച്ച് മോഹിച്ചു. മോഹം അവരുടെ കനാൻ ദേശത്തേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി തീർന്നു. അങ്ങനെയാണെ പ്രിയമുള്ളവരെ, മോഹം നമ്മുടെ നിത്യതയെ ഇല്ലാതാക്കും. ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കത്തില്ല. ആമേൻ. എന്നാൽ ഈ മോഹത്തെ അതിജീവിക്കാനുള്ള ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം.
സകല മോഹങ്ങൾ, അത് കൺമോഹമാകട്ടെ, ജനമോഹമാകട്ടെ, ജീവനത്തിൻ്റെ പ്രധാനമാകട്ടെ, ധനമോഹമാകട്ടെ, യൗവനമോഹമാകട്ടെ, വചനത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കുന്ന മുള്ളിൻ്റെ അനുഭവമാകുന്ന മോഹമാകട്ടെ, പിശാചിൻ്റെ മോഹമാകട്ടെ, വാഗ്ദത്തത്തെ തടസ്സം ചെയ്യുന്ന മോഹമാകട്ടെ, ജയിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഗലാത്യർ 5:16 എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, ഏറ്റെടുത്തു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി ജഡമോഹങ്ങളെ സകല മോഹങ്ങളെയും ജയിക്കും. നമ്മെ മോഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. ക്രിസ്തുയേശുവുള്ള ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. യേശു വരാറായി. ഇത് അന്ത്യകാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ദുർലോഭമോഹികളാകരുത്. പത്രോസ് പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, വചനമറിയാത്ത, ദൈവത്തെ അറിയാത്തൊരു അജ്ഞാന കാലമുണ്ടായിരുന്ന ആ കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് അറിയുന്നുവല്ലോ. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകുന്ന ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്നതിന് അവരുടെ ഇടയിൽ നിങ്ങൾ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ ആത്മാവിനോട് പോരാടുന്നത് ജഡമോഹമാണ്. പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് എന്നെ കൺട്രോൾ ചെയ്യണമെന്ന്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പാനുള്ള കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവൻ്റെ ഒന്നും നീ മോഹിക്കേണ്ട, അവൻ്റെ ശുശ്രൂഷ മോഹിക്കേണ്ട, അവൻ്റെ പണമോ മോഹിക്കേണ്ട, അവക്കുള്ള ഒന്നും നീ മോഹിക്കരുത്. അവൻ്റെ സ്റ്റാറ്റസ്, അവൻ്റെ ജോലി ഒന്നും വേണ്ട, ഒന്നും മോഹിക്കണ്ട. നിനക്ക് നിയോഗിച്ചത് ദൈവം നിനക്ക് തരും. നിത്യ നഷ്ടപ്പെടുന്ന, വചനത്തെ ഇല്ലാതാക്കുന്ന, പിശാചിനെ അനുസരിക്കുന്ന, പിശാചിൻ്റെ മക്കളായിത്തീരുന്ന മോഹം നമുക്ക് വേണ്ട. പ്രിയനെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ടെംപ്ടേഷൻസിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മോഹങ്ങളെ, എൻ്റെ ലസ്റ്റിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പലതരത്തിൽ പ്രൈഡ് ഓഫ് ലൈഫുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതിനെ പുകഴ്ത്തിക്കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കണമെന്ന് പറ. ഒരു ശുദ്ധീകരണ വചനത്തിലൂടെ, ഒരു അഭിഷേക വചനത്തിലൂടെ കേൾവിക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുക. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്ന് വചന സന്ദേശം ഗ്രന്ഥിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, യൗവനമോഹം, ധനമോഹം എല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊന്നുമനുഷ്യനെ ധരിപ്പാൻ കൃപ തരണമേ. ഈ സന്ദേശം കേട്ട ഒരൊറ്റ വ്യക്തി പോലും നിത്യം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കരുത്. മോഹങ്ങളെ ജയിച്ചു കയറുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരനുഭവം എൻ്റെ മക്കൾക്ക് കൊടുക്കണേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങനെ വരവിനായി ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.